നമ്മൾ ഈ ഇന്ത്യ എന്ന രാജ്യത്ത് സേഫാണ്. ഈ പടം മുന്നോട്ട് വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഡു വി ഗെറ്റ് ഇക്വാലിറ്റി. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ചോദ്യങ്ങളെ കൂടുതൽ മനസ്സിലോട്ട് വന്നു. എന്താ മക്കളെ, സുഖല്ലേ? ഇന്നലെ കണ്ടല്ലേ തഗ് ലൈഫിന്റെ റിവ്യൂ പറഞ്ഞു പോയതാ. ഇന്നിപ്പോ ദാ അടുത്തൊരു നല്ലൊരു സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. കൈയോടെ അതിനെ റെക്കോർഡ് ചെയ്യാന്ന് എഴുതി ഓൺ ചെയ്ത് വന്നിരിക്കുന്നു. ഇന്നലത്തെ തഗ് ലൈഫിന്റെ എല്ലാ ഷൂണ്ടും ഞാൻ തീർന്നിട്ടുണ്ട്. ഒരു കൊച്ചു പടം, സിമ്പിൾ പടം, നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ഉള്ള പടം, വാല്യൂ ഉള്ള പടം, ആസിഫിക്കയുടെ പടം, ആഭ്യന്തര കുറ്റവാളി. സി പുള്ളിയുടെ ഇപ്പം എല്ലാ പടത്തിനും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ, ഒന്നും മോശമാവുന്നില്ല. ഞാൻ പുള്ളിയുടെ ഈ ഇടക്കത്തെ മറ്റേ കിഷ്കിന്ത കണ്ടു, തിയേറ്റർ മിസ് ചെയ്ത ആ ടൈമിൽ ഞാൻ പോയില്ല, OTT വന്നപ്പോഴാണ് കണ്ടേ. ബട്ട് കിളി പറത്തിയ പടമായിരുന്നു. അതുകൊണ്ട് ഈ പടം ഒന്നും നോക്കിയില്ല, ട്രെയിലർ കണ്ടു, ഇത് പോയി. ഹാപ്പിയാണ്. 200 കൊടുത്ത് കാണാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ പൈസ കൊടുത്ത് കാണാനായിട്ടുള്ള വേർത്ത് ഈ പടത്തിനുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യത്തിനുപരി ഈ പടം മുന്നോട്ട് വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ നിക്കൽ വോയിസോ മ്യൂസിക് സൈഡോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പടം നല്ലൊരു പടമാണ്. സിനിമയുടെ റിവ്യൂയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. അത് എന്നെപ്പോലുള്ള പുരുഷന്മാരോട്, പയ്യന്മാരോട്, അത് എൻ്റെ ഏജ് ആവട്ടെ, എൻ്റെ അപ്പൻ്റെ ഏജ് ആവട്ടെ, എന്നിലും ഇളയതാവട്ടെ, ഈവൻ പ്രായമായവരാവട്ടെ, നമ്മൾ ഈ ഇന്ത്യ എന്ന രാജ്യത്ത് സേഫാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതേപോലെ തന്നെ ഡു വി ഗെറ്റ് ഇക്വാലിറ്റി. എൻ്റെ അഭിപ്രായമാണ്, നമ്മളെ സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? വെദർ വി ആർ പ്രൊട്ടക്റ്റഡ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സേഫ് അല്ല, സജേട്ടാ നമ്മൾ സേഫ് അല്ല എന്ന് പറയുന്ന പോലെ തന്നെ വി ആർ നോട്ട് സേഫ് ഇൻ ദിസ് കൺട്രി ആസ് എ മെൻ. കാര്യം, നമ്മുടെ ലോയിൽ ഒരു സ്ത്രീക്ക് കിട്ടുന്ന പരിഗണന പോലും പുരുഷനെന്ന സ്ഥിതിക്ക് നമുക്ക് കിട്ടാറില്ല, അല്ലേ? ഒന്നാലോചിച്ച് നോക്കി, ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഒരു കേസ് ഫയൽ ചെയ്താലോ, ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്താലോ, ഓൺ ദ സ്പോട്ട് പോലീസ് വന്ന് നമ്മളെ പോകും. ആ സ്ത്രീ കൊടുത്ത പരാതിക്ക് തുമ്പും പാലും ഉണ്ടോയെന്ന് പോലും നോക്കാണ്ട് നമ്മളെ തൂക്കിക്കൊണ്ടുപോകും, അല്ലേ? പക്ഷെ തിരിച്ചൊന്നാലോചിച്ചൊക്കെ, നമ്മൾ പുരുഷന്മാരാണ് സ്ത്രീക്കെതിരെ കംപ്ലൈന്റ് ഫയൽ ചെയ്യണമെങ്കിൽ അവരതിന് തുമ്പാലും ഉണ്ടോ നോക്കും, തെളിവുണ്ടോ നോക്കും, എന്നിട്ട് മാത്രമേ അത് പ്രൊസീഡ് ചെയ്യും. ഈ പടം അത് തന്നെ പറയുന്നത്, പടത്തിലുള്ളതും അതൊക്കെ തന്നെ. ആ പുരുഷന്മാരെ ആ സ്പോട്ടിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ അവരുടെ ലൈഫ് കുട്ടിച്ചോറായി. മേ ബി ആ കേസ്, മേ ബി അതൊരു ഫേക്ക് കേസ് ആവാം, പക്ഷെ അപ്പോഴും തൊലയണത് ഒരാണിൻ്റെ ജീവിതമാണ്, അല്ലേ? ഒരാളെ പിടിച്ചോണ്ട് പോകുമ്പോൾ അത് കാണാൻ 100 പേരുണ്ടാവും, പക്ഷെ ആ ആൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ അത് കേൾക്കാൻ ആരും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പടം സംസാരിക്കുന്നത് ഇത് തന്നെ. നമ്മൾ പുരുഷന്മാർ സേഫ് ആണോ, അതോ നമ്മൾ ഈക്വലായിട്ടാണോ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്? ഇവിടെ ആസിഫിൽ പോർട്രേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് സഹദേവനാണ്. ആ സഹദേവൻ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. പടത്തിൽ ചോദിച്ചതാണെങ്കിലും അത് ഈ സമൂഹത്തോടെ ചോദിക്കുന്നത്, വെദർ വി ആർ സേഫ് ഓർ വെദർ വി ആർ ട്രീറ്റഡ് ഈക്വൽ. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ പടം സ്റ്റേറ്റ്മെന്റ് ആണ് മുന്നോട്ട് വെക്കുന്നത്. ശരിക്കും എന്തിനാണ് ഈ ലോ, അല്ലേ? ശരിക്കും എന്തിനാണ് ഈ ലോ? നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോ. പക്ഷെ ആ ലോ തന്നെയാണ് പുരുഷനെതിരെയുള്ള സ്ത്രീകളുടെ ആയുധം. ഇതെല്ലാവരും അല്ല പറയുന്നത്. ചില സ്ത്രീകൾ ഇത് അതേപോലെ തന്നെ തിരിച്ചു. എല്ലാ സ്ത്രീകളും ചീത്തയാണെന്നല്ല, 100-ൽ ചിലപ്പോൾ 2% ഉണ്ടാവും. അതേപോലെ പുരുഷന്മാരിൽ എല്ലാവരും നല്ലവരാണെന്നൊന്നുമില്ല, അതിനകത്തും ഉണ്ട്. ഈ സിനിമയിൽ തന്നെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, സീതയുള്ള കാലത്ത് തന്നെയാണ് ശൂർപ്പണഖ ഉണ്ടായിട്ടുള്ളത്, രാമനുള്ള സമയത്താണ് രാവണനും ഉണ്ടാക്കുന്നത്. സോ എല്ലാ മെജോറിറ്റിയിലും ഒരു മൈനർ പെർസെൻറ്റേജ് ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. സോ നമ്മുടെ ലോയിലുള്ള ലൂപ്പ് ഹോൾസ് വെച്ച് അവർക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരുടെ ലൈഫ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദ സിനിമ പറയുവാണെങ്കിൽ ഇതൊരു കോമൺ സബ്ജക്റ്റാണ്. പക്ഷേ ഈ പടം സംസാരിക്കുന്നത് ഒരു പുരുഷൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. ഈ ഒരു ടോപ്പിക്കിന് സമകാലിക പ്രസക്തി ഉള്ളതാണ്. കാര്യം, സ്വന്തം കാമുകന് വിഷം കൊടുത്തു വന്ന ഗ്രീഷ്മകളുള്ള കാലമാണിത്, അല്ലേ? ആ ഗ്രീഷ്മനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവള് നല്ല പഠിക്കുന്ന കൊച്ചാണ്, ഫുൾ A+ ആയിരുന്നു, ഇങ്ങനെയൊക്കെ പറയാവുന്ന അവളുള്ള നാടുമാണ്. ഇതേ സ്ഥാനത്തൊരു പുരുഷനാണ് പിടിച്ചോണ്ട് പോകുന്നതെങ്കിൽ അവൻ ഏറ്റവും വലിയ അലമ്പും, കള്ളുകുടിയൻ, കഞ്ചാവ്, പെണ്ണുപിടിയൻ, അല്ലേ? എന്തൊക്കെ കേൾക്കുന്നത്. അതൊരു നിരപരാധിയാണ് അങ്ങനെ ക്രൂശിക്കണമെങ്കിൽ ആൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥ എന്നാലോചിക്കും. ഇതിൻ്റെയൊക്കെ ഒരു എസൻസ് തന്നെയാണ് ഈ പടത്തിനകത്തുള്ളത്. പടത്തിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സെക്ഷനുണ്ട്, സെക്ഷൻ 498. ശരിക്കും ആ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, എന്ത് ചെയ്യുന്ന ഗാർഹിക പീഡനത്തിൽ നിന്ന്. പക്ഷെ ഇവിടെ ഇതേ വകുപ്പ് വെച്ച് തന്നെയാണ് പുരുഷന്മാരെ ദ്രോഹിക്കുന്നത്. ഒരു മനസ്സാവാച കർമ്മം അറിയാത്ത കാര്യങ്ങൾക്കാണ് കോർട്ടിൽ കയറി ഇറങ്ങുന്നത്. അങ്ങനെ പല പല പോസിറ്റീവ് കഥയെ പറയുന്നത്. എന്നാലും മെജോറിറ്റി നല്ലട്ടോ പറയുന്നത്, ഈ വക കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ പെർസെൻറ്റേജ് എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ സ്ഥിരം ന്യൂസിൽ കാണുന്നതല്ല ഡിവോഴ്സ് കേസ്. നാട്ടിൽ എത്ര ഡിവോഴ്സ് കേസ് നടക്കുന്നത്. അവർക്ക് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി അവർ എഴുതി പിടിപ്പിച്ച് വെക്കുന്നത് എന്തൊക്കെയാന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ചെയ്യാത്തതും പിടിക്കാത്തതുമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് ചേർക്കുന്നത്. കാര്യം, പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണം. അതിൽ പുരുഷനെതിരെ ഓൾമോസ്റ്റ് കിട്ടുന്നതാണ് ഗാർഹിക പീഡനം. ആക്ച്വലി അതിൻ്റെ ലൂപ്പ് ഹോൾസ് വെച്ച് കളിക്കുകയല്ലേ ചിലരൊക്കെ.
ശരിക്കും ഈ പടം പറയുന്നത് ഒരു പെർസ്പെക്റ്റീവ് മാത്രമോ, ആഫ്റ്റർ മാരേജ് ഡിവോഴ്സ് കഴിയുന്ന ആ സിറ്റുവേഷനാണ് ഈ ഫിലിം പറയുന്നത്. ബട്ട് ആക്ച്വലി ആ ലൈൻ മാത്രമല്ല, വേറെ പല രീതിയിലും പുരുഷന്മാരുടെ ജീവിതം നശിപ്പിക്കുന്ന സ്ത്രീകളുണ്ട്. ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതലുള്ള ബിഫോർ മാരേജ് കാര്യം. ഈ ടീനേജ് പീരീഡ്സിൽ റിലേഷൻഷിപ്സിലൊക്കെ ആരുമില്ല. എവറിബഡി ഈസ് കമ്മിറ്റഡ്. സോ ഇന്നത്തെ കാലത്ത് ഒരു കമ്മിറ്റ്മെന്റും ഒക്കെ കുറവാണ്, ആക്ച്വലി കുറവാണ്. അവരവരുടെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി കമ്മിറ്റഡ് ആവുന്നു. ഓപ്പണായിട്ട് പറയാം, ഇമോഷണലി പരസ്പരം അടുക്കുന്നതിന് മുന്നേ അവർ ഫിസിക്കലിയാണ് അടുക്കുന്നത് ആദ്യം. അപ്പോഴത്തെ ഒരു എടുത്തുചാട്ടത്തിൽ ഇവർ ഈ ഫിസിക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒന്നാമത് ടീനേജ് പ്രായമാണ്. ആ പ്രായത്തിൽ മേ ബി ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ് ഈ പറയുന്നത്. രണ്ടുപേരുടെയും പരസ്പര സമ്മതത്തോടെയായിരിക്കും അവർ ഫിസിക്കലി പോകുന്നത്. പക്ഷെ ഒരു കേസ് വന്ന നേരെ തിരിക്കും. കേസ് പോലെ ആ പെണ്ണിന് ഇവരോട് എന്തെങ്കിലും വൈരാഗ്യം വന്നാൽ മതി, അവനെ പീഡിപ്പിച്ചു, അതായിരിക്കും കേസ്. അവർ രണ്ടുപേരും സമ്മതത്തോടെ ആയിരിക്കും പോയേക്കുന്നത്. പക്ഷെ അപ്പോഴത്തെ രക്ഷപ്പെടാൻ വേണ്ടി സമ്മതത്തോടെ അല്ല, പലതും മാറ്റി പറയാം. സോ എനിക്ക് പറയാനുള്ളത് പയ്യന്മാരോടാണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട മക്കളെ. കോർട്ടിന്റെ മുന്നിൽ പെണ്ണിന്റെ വാക്കിനെ വിലയുള്ളൂ, ആണിന്റെ വാക്കിന് വില വേണമെന്നുണ്ടെങ്കിൽ തെളിവ് കാണും. ഈ പടം സബ്റ്റിലായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ആസിഫലിയുടെ മാത്രം ജീവിതമല്ല, അതിൻ്റെ ഇടയിൽ ഒരു 3-4 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അവരുടെയും ഒക്കെ ഈ സ്ത്രീകൾ കാരണം ഉണ്ടായിരുന്ന ദുരിതമാണ് പറയുന്നത്. ആ ഒരാൾ കാരണം നഷ്ടപ്പെട്ട ജീവിതം, സമയം, സന്തോഷം. പടം നല്ലൊരു പടവും നല്ല ടൈമിലാണ് ഇറക്കി വിട്ടേക്കുന്നത്. കാര്യം ഇതാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ. ഇതിന്റെ ഡയറക്ടർക്ക് വലിയൊരു ഷോട്ട് ഔട്ട് തന്നെ കൊടുക്കണം. കാര്യം ഇങ്ങനത്തെ ഒരു റെലവൻറ്റ് ടോപ്പിക്, തൊട്ടപ്പൊള്ളുന്ന ടോപ്പിക്കാണ് പുള്ളി എടുത്തു വെച്ചേക്കുന്നത്. നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ബോറിങ്ങോ അങ്ങനെ ഒന്നുമില്ല. പടം നല്ലൊരു പടം, കൊച്ചു പടം, പക്ഷെ കുറച്ച് ചിന്തിപ്പിക്കുന്ന പടം. തിയേറ്ററിൽ പോയി കണ്ടുപോകുക. കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പടം ഇറങ്ങുമ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഒരു കാര്യം പറയാൻ പറഞ്ഞു, ആസിഫ് അലിയുടെ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇങ്ങനെ തന്നെ പോട്ടെ. പണ്ടൊന്നും അങ്ങനെ ആസിഫ് അലിയുടെ പടങ്ങൾ കാണാനൊന്നും പോകാറൊന്നുമില്ലായിരുന്നു, ഒരു ടൈം വരെ. പക്ഷെ ഇപ്പോഴത്തെ ഒന്നും പറയാനില്ല മച്ചാ, സൂപ്പറാ. അടുത്ത വീഡിയോ കാണാം.